എന്ത് ഷോർട്ടായിട്ട് വയറ് കത്തിയതാണ്. എന്തൊക്കെ നീ പറയുന്നത്? അല്ലാതെ ഷോർട്ടായിട്ട് വയറ് കത്തിയതാണ് സാർ. അപ്പൊ ശരിയാക്കാതെ. അതെ, ആ നിന്റെ അംഗനവാടിക്കാരി എന്ത് പറയണു? ഒന്നും പറയണ്ട സാറേ. നേരെ വെളിച്ചായ കഥ പറയലും പാട്ടുപാടില്ല ടീച്ചർ പറഞ്ഞു കൊടുത്ത്. അത് ശരി. ഇപ്പൊ ദാ വെളിച്ചായ അപ്പറങ്ങും. അംഗനവാടി പോണം ടീച്ചർ കഥ പറഞ്ഞു തരും. അതെല്ലേ? ഇവിടെ നേരെ തിരിച്ചാടോ. എന്താ ഡേ കെയർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ചെക്കൻ തിരിഞ്ഞാട് നിൽക്കും. പിന്നെ കരച്ചിലും പിഴിച്ചിലും എങ്ങനെയൊക്കെയോ ആണ് കൊണ്ടുപോയി ആക്കണത്. അതെന്താ? ആർക്കറിയാം. സാറാ സ്വിച്ച് ഇട്ട് നോക്കിയേ. നോക്കിയേ, കുഞ്ഞിന് ഭയങ്കര പനി. പനിയോ? കണ്ടോ അടികിട്ടിപ്പാട് പോലെ. സാറേ അത് ചോറിലോണ്ട് അടിച്ചതന്നെ കേട്ടോ. അവര് കുട്ടികളെ തല്ലുവോ? കുട്ടികൾ തമ്മിൽ അടികൂടിയതാവും. അതെ മുത്തേ, നിങ്ങൾ കുട്ടികൾ തമ്മിൽ തല്ലുകൂടിയാ? എന്നാലും ടീച്ചർ ഇങ്ങനെയൊക്കെ തല്ലു? അത് മാത്രല്ല ഏട്ടാ, ഇന്നലെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുമ്പോഴേ കുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു. അതേടോ, ഞാൻ വരുമ്പോഴും ഉറങ്ങാണ്. അല്ലെങ്കിൽ ഞാൻ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ചോറ് കിടത്തിട്ട് അവ ഉറങ്ങാറുള്ളൂ. അതെന്തപ്പം അങ്ങനെ ഒരു ഉറക്കം? നമുക്കൊന്ന് അന്വേഷിക്കേണ്ടത്. പിന്നെ അന്വേഷിക്കണ്ടേ? അന്വേഷിക്കാന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് 24 മണിക്കൂർ നിൽക്കാൻ പറ്റുമോ നമുക്ക്? അല്ല അത് വേണ്ട. അവിടെ ജോലി ചെയ്യണം മൊയ്തുണ്ടല്ലോ, അവൻ്റെ ഒരു കൂട്ടുകാരനാ. ഞങ്ങളൊന്നും വൈകിട്ട് കൂടാറുള്ളതാണ്. അവനോട് അന്വേഷിക്കാം അവിടെ എന്താ നടക്കണെന്ന്. അയ്യോ, അപ്പൊ നാളെ ഡേ കെയറിൽ വിടാൻ പറ്റില്ല അല്ലേ? ആശുപത്രി കാണിക്കാം. ഡ്രസ് മാറ്റുക സാറേ. ഇനി എവിടെയെങ്കിലും ഇനി എവിടെ ഒന്നുമില്ലടോ, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. അതൊന്നും അംഗനവാടി ഉണ്ട് അവിടെ, വലിയ അതല്ലേ. അങ്കിൾ പ്ലീസ് ലിസൺ. അപ്പോ കുട്ടിയെ നാളെ തന്നെ കൊണ്ടുവരിക. അത് നാളെ തന്നെ കൊണ്ടുവരും. കറക്റ്റ് ടൈം ആയിരിക്കണം. അത് അവന്റെ അമ്മയുണ്ടാവും കൂടെ. ഓക്കെ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്ത്? നമ്മൾ എന്തെല്ലാം കാര്യമാണ് ഇവിടെ കൊണ്ടുവരുമ്പോ ശ്രദ്ധിക്കേണ്ടത്? അതെല്ലാം ശ്രദ്ധിക്കണം. എന്തെല്ലാം എങ്ങനെ വരണം എന്നാ പറഞ്ഞത്? നടന്നു വരണം. കാറെന്ന് പറഞ്ഞിരുന്നു. വില കൂടിയ കാറില്. വില കൂടിയ കാറില് തന്നെ വരണം. പിന്നെ ഡ്രസ് എന്തൊക്കെയാ പറഞ്ഞത്? കോട്ട്. ലേഡീസോ? ലാഞ്ച. അയ്യോ, ലാഞ്ചയല്ല, ലാച്ച. അതെന്താ? അത് സ്ത്രീകൾക്ക് മനസ്സിലാവും പറഞ്ഞാൽ കേട്ടോ. പിന്നെ ലഞ്ചോ? ലാഞ്ച. ലഞ്ചും ലാച്ചയും മാറിപ്പോവരുത്. ലാഞ്ച അല്ല, മനസ്സിലായോ? ലഞ്ച് എന്ന് പറഞ്ഞാല് കഴിക്കാനുള്ളത്. ലാച്ച ഡ്രസ് ആണ്. ലഞ്ച് എന്ത് കൊണ്ടുവരണം എന്നാ പറഞ്ഞേ? ലാഞ്ച കൊണ്ടുവരണം. നൂഡിൽസ്. അങ്കിൾ എല്ലാം മറക്കുന്നു. എന്തൊക്കെയാ നാളെ ചെയ്യണ്ടേ? കാറ്, ലിപ്സ്റ്റിക്, ട്രെൻഡി ഡ്രസ്, ലഞ്ച്, ഇതെല്ലാം മറക്കാതെ നാളെ ചെയ്യണം. അല്ല, കുട്ടിയെ കൊണ്ടുവരണ്ടേ? കുട്ടി കൊണ്ടുവരണം, അത് മസ്റ്റ് അല്ലേ? അപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. ഫീസും അവിടെ അടയ്ക്കുക. ഓക്കെ മൊയ്തു? That is in front of you, madam. മനസ്സിലാവാത്തോണ്ട് കുഴപ്പമില്ല. അതെ, അദ്ദേഹത്തിന് ഫീസ് അടയ്ക്കാൻ വേണ്ടിട്ടൊന്ന് കാണിച്ചു കൊടുക്കും. ചെല്ലോ. ഓ, രണ്ടുപേരും ഒരേപോലെ. ആദ്യം ഈ അങ്കിളെ ഒരു വർഷം ഇവിടെ ചേർത്ത് പഠിപ്പിക്കായിരുന്നു നമുക്ക്. ഒന്നും മനസ്സിലാവുന്നില്ല. മറിമായം.